നമസ്കാരം. ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ നിരത്തുകളിൽ വാഹനത്തിൻ്റെ എണ്ണം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഓരോ വീടുകളെടുത്താലും ചില സമയങ്ങളിൽ 2-3 വാഹനങ്ങളുണ്ടാകും. അത് ബൈക്കാണെങ്കിലും കാറാണെങ്കിലും മറ്റു വാഹനങ്ങളാണെങ്കിലും 1-2 അതിലധികം വാഹനങ്ങളുണ്ട്. അപ്പോൾ നിരത്തുകളിലും വാഹനങ്ങൾ കൂടി വരികയാണ്. ഇങ്ങനെ നിരത്തുകളിൽ വാഹനം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സർവീസ് സെൻറ്ററിൻ്റെ വളർച്ചയോ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള മേഖലയുടെ വളർച്ചയോ നമുക്ക് 100% ഉറപ്പിക്കാനൊന്നും സാധിക്കുന്നില്ല. വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. അതിൻ്റെ കാരണമാണ് ഇപ്പോൾ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു വാഹനം നമ്മൾ കൊടുത്താൽ ചിലപ്പോൾ അന്ന് കിട്ടണമെന്നില്ല, പിറ്റേ ദിവസം മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് കിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് മറ്റൊരു കേസ്. വാഹനം നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർ വാഷിംഗ് സെൻറ്ററുകൾ നമ്മൾ പലപ്പോഴും പോകാറുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ കാറൊന്ന് വാഷ് ചെയ്യണമെന്ന് വിചാരിച്ച് കാർ വാഷിംഗ് സെൻറ്ററിലേക്ക് പോകും. രാവിലെ ഓഫീസ് വരുമ്പോൾ പോകും. പക്ഷേ അവിടെ 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ നേരെ തിരിച്ചിങ്ങോട്ട് വരും. വൈകുന്നേരം പോകുമ്പോഴും അവിടെ അപ്പോഴും ബിസിയാണ്. അപ്പോൾ ഏത് സമയത്ത് ഫുൾ ടൈം ബിസിയാണ് ഈ കാർ വാഷിംഗ് സെൻറ്ററിൽ. അപ്പോഴെങ്കിലും ഞാൻ മനസ്സിലൊന്ന് ചിന്തിച്ചു, നമ്മളുടെ ഓഫീസ്, ഇപ്പോൾ ഞാൻ ഓഫീസ് വന്നു. അപ്പോൾ ഓഫീസ് വന്നിട്ട് ഇവിടെ മോളിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കാർ അവിടെ വെച്ചിട്ട് ഞാൻ ഓഫീസിൽ കയറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ കാർ ഇവിടെ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ഏജൻസീസോ മറ്റുള്ള കാര്യങ്ങൾ ആരെയും എനിക്കിവിടെ എൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ എൻ്റെ സിറ്റിയിലൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അന്വേഷിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ കണ്ടെത്തി. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്കും പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു സൈഡ് ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. 50,000, 75,000, 1 ലക്ഷം രൂപയൊക്കെ നമുക്ക് പ്രതിമാസം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഒരു ദിവസം ഒരു 2,000, 3,000, 4,000, 5,000 രൂപയൊക്കെ വെച്ചിട്ട് ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ഐഡിയയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫർമേഷനുകൾക്കായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഗുരുവായൂരപ്പൻ്റെ ഒരു താറ് ലേലം ചെയ്ത ഒരു വലിയൊരു കോടീശ്വരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഞാൻ യൂട്യൂബിനകത്ത് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഗൾഫിൽ പോയ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇതുപോലെ കുറേ കാറുകൾ ഉണ്ടാവും. ആ കാറുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലുള്ള കാറുകളൊക്കെ അദ്ദേഹം തന്നെ വാഷ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനൊരു ചെറിയ പൈസ അദ്ദേഹം വാങ്ങിക്കും. അങ്ങനെ കാറുകളുടെ എണ്ണം കൂടി വന്ന് എല്ലാം വാഷ് ചെയ്ത് അതിരാവിലെ പോയിട്ട് വാഷ് ചെയ്തിട്ട് അങ്ങനെ അദ്ദേഹം ഒരുപാട് പാർട്ടമായിട്ട് സൈഡ് ബിസിനസ് ചെയ്ത് ഒരുപാട് പൈസ സമ്പാദിക്കേണ്ടായി. ആ സമ്പാദ്യമാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിന് വലിയൊരു കോടീശ്വരനാക്കിയിട്ട് മാറ്റിയത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന ഇടങ്ങളിൽ അദ്ദേഹം തൊട്ടറിയാത്ത, അദ്ദേഹം കണ്ടറിയാത്ത, അദ്ദേഹം വായിക്കാത്ത വാഹനങ്ങളൊന്നുമില്ല. നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഒരുപാട് വാഹനങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. അത്രയും വലിയൊരു ബിസിനസ് മാഗ്നറ്റായി അദ്ദേഹം മാറി. കാർ വാഷിംഗ് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിലും ഒരുപാട് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മേഖലയാണ്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ടോട്ടൽ സൊല്യൂഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തരാൻ പോകുന്നത്. ടോട്ടൽ സൊല്യൂഷൻ, ഇതിൻ്റെ കംപ്ലീറ്റ് മെത്തേഡ്, അതായത് വാട്ടർലെസ് കാർ വാഷിംഗ് ഒരു സെൻറ്റർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കൊരു ബൈക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഒരു 2 വീലറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 വീലറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 വീലറോ നിലവിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് ഈ പറഞ്ഞ ഓർഡറുകൾ വരുന്നതനുസരിച്ച് ആ ഒരു പാർട്ടിയുടെ സ്ഥലത്ത് പോയിട്ട് തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഇതിലൂടെ രൂപാന്തരപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു മേഖലയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ലിങ്കും. നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ് മോഡലിനെ കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പരിശോധിക്കാം. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇത് ഗോ വാട്ടർലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് നിതിൻ ശർമ്മയാണ്. 2019 അദ്ദേഹം അമേരിക്കയിൽ ഇത്തരത്തിൽ ഈ വാട്ടർ ഉപയോഗിക്കാതെ വാട്ടർലെസ് ആയിട്ട് ഉള്ള കാർ വാഷിംഗ് സെൻറ്ററുകളെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം പഠനം നടത്തുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം സ്വന്തമായിട്ട് ഇന്ത്യയിലും ഇതുപോലൊരു ബിസിനസ് ആരംഭിക്കാമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 100% വാട്ടർലെസ് ആൻഡ് ഇക്കോ ഫ്രണ്ട്ലി കാർ വാഷ് കമ്പനിയാണിത്. ഫ്രാഞ്ചൈസീസ് അക്രോസ് ഇന്ത്യ, സേവിങ് വാട്ടർ ഈസ് അവർ നീഡ്. അപ്പോൾ വാട്ടർ സേവ് ചെയ്തുകൊണ്ട് അതിനെ കംപ്ലീറ്റ് വാഷ് ചെയ്യാം എന്നൊരു സംവിധാനമാണ് അവിടെ അദ്ദേഹം രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളത്. നമ്പർ 1, ചൂസ് യുവർ പാക്കേജ്, ഷെഡ്യൂൾ യുവർ സർവീസ്, ഡോർ സ്റ്റെപ്പ് സർവീസ് ആൻഡ് പേ ഓൺലൈൻ, യൂസ് COD ഓപ്ഷൻ. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും, ഒരു ആപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കാർ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ എൻ്റർ ചെയ്യുന്ന 10 മണി സമയത്ത് എൻ്റെ ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ എൻ്റെ വണ്ടി ഉണ്ടാവും. അവിടെ ഒന്ന് കാർ വാഷ് ചെയ്തിട്ട് അവർ പോകും. അപ്പോൾ 11-12 മണിയാകുമ്പോഴേക്കും എൻ്റെ വർക്ക് ഫിനിഷ് ആകുമ്പോൾ കാർ വാഷ് ചെയ്തിട്ട് അവിടെ നല്ല അടിപൊളിയായി റെഡിയാക്കി വെക്കും. സംഭവം ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒരു വാഷിംഗ് സെൻറ്ററിൽ പോയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഭയങ്കര ബെനിഫിറ്റാണ്. ഇത് നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് വൈകുന്നേരം നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് വേണം വാഷ് ചെയ്യാൻ നമുക്ക് കൊടുക്കാം. അതിരാവിലെ 6 മണിക്ക് വന്ന് 6 മണി മുതൽ 8 മണി വരെ വാഷ് ചെയ്തിട്ട് അവർ പോയിക്കോളും. 8 മണിക്ക് നമുക്ക് പോകാനാകുമ്പോൾ നമ്മുടെ പുത്തൻ കാർ അടിപൊളിയായിട്ട് റെഡിയായിട്ട് നിൽക്കും. നല്ല അടിപൊളി ആശയമാണ്.
ഒരിക്കലും നമുക്കൊരു മനസ്സിലൊരു കുളിർമയേകുന്ന ഒരു പരിപാടിയാണ്. മാത്രവുമല്ല നമ്മൾ റെക്കറിങ് ആയിട്ട് ഈ കസ്റ്റമറിനെ കിട്ടും. ലൈക്ക് ഞാനൊന്നൊരു കസ്റ്റമർ വൺസ് കാർ ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്യുമെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ എന്നും ഇങ്ങനെ തന്നെ വാഷ് ചെയ്യുള്ളൂ. ഒരിക്കലും വാഷിംഗ് സെൻറ്ററിൽ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാനൊന്നും നിൽക്കില്ല. ഇതുപോലെ ഈ മെത്തേഡ് ഉപയോഗിക്കുള്ളൂ. ഞാൻ മാത്രമല്ല ഏതൊരാളും അങ്ങനെ യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ആണ്, ഏറ്റവും ഹൈ സ്കോപ്പാണ്. അതായത് ഒരിക്കലും ഇതിനകത്ത് ഒരു ചീഞ്ഞു പോകുന്നൊരു സംഭവമില്ല, നഷ്ടപ്പെട്ടു പോകുന്നൊരു സംഭവമില്ല. നമ്മൾക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, വരുമാനം ഉണ്ടാക്കുന്ന മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഇത് 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ്. എങ്ങനെ നമുക്ക് ഇതിൻ്റെ ഫ്രാഞ്ചൈസി ആവാം എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. അതിന് മുന്നോടിയായിട്ട് ഗോ വാട്ടർലെസ്സിൻ്റെ ഇംഗ്ലീഷ് വീഡിയോ, ഹിന്ദി വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വി ഗോ ടു 5 സ്റ്റാർ വിത്തിൻ 24 hours ലോഞ്ച് ഓൺ പ്ലേ സ്റ്റോർ. വീണ്ടും അവരുടെ പ്ലേ സ്റ്റോറിലെ ആപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതോടൊപ്പം തന്നെ ഈസി പേയ്മെൻറ്റ് ഓപ്ഷൻസ്, ഈ പറഞ്ഞ സർവീസസ് പേടിഎം, ഡെബിറ്റ് കാർഡ്, UPI, മാസ്റ്റർ കാർഡ്, ഇങ്ങനെയൊക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഇങ്ങനെയൊക്കെയുള്ള സംവിധാനം ഉപയോഗിച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇത് അവരുടെ കസ്റ്റമർ കെയർ നമ്പറാണ്, ഇത് അവരുടെ ഇമെയിൽ ID ആണ്. നേരിട്ട് കോൺടാക്റ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രാഞ്ചൈസി മോഡലിനെ കുറിച്ച് പരിശോധിക്കാം. ഇതാണ് അവരുടെ ഫ്രാഞ്ചൈസിയുടെ അവരൊരു വെബ്സൈറ്റ്. ഇതിനകത്ത് ആ കാർ എങ്ങനെയാണ് അവർ വാഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാം. വാട്ട്സ് മുസാഫിർ കാർസ് ഹാസ് ടു സേ അബൌട്ട് അസ്. മുസാഫിർ കാർസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലാണ്. വലിയൊരു 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയ യൂട്യൂബ് ചാനലാണ്. അദ്ദേഹത്തിന് വണ്ടി വാഷ് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡ്, ഒരു വീഡിയോ ഇവിടെ ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. വി ആർ അവാർഡഡ് ആസ് ദ ഫ്രാഞ്ചൈസർ ഓഫ് ദ ഇയർ. ഫ്രാഞ്ചൈസർ ഓഫ് ദ ഇയർ അവാർഡ് ഇവർക്ക് കിട്ടി 2022. ഇതിൻ്റെ അവാർഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിന്. സോ അവർ സ്റ്റോറി ഫീച്ചർഡ് ഇൻ നാഷണൽ ആൻഡ് ഗ്ലോബൽ മീഡിയാസിലൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും. വീണ്ടും നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് 1 ടൈം ആൻഡ് ഏൺ ലൈഫ് ടൈം. ഒറ്റ തവണ ഇൻവെസ്റ്റ് ചെയ്യുക, ലൈഫ് ടൈം ആയിട്ടുള്ള റവന്യൂ ഉണ്ടാക്കാം. ഇവിടെ ഫ്രാഞ്ചൈസിയുടെ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പുതിയൊരു ടാബിൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മൾ താഴോട്ട് പോകുന്നു. അസറ്റ്സ് ലൈറ്റ് ബിസിനസ് മോഡൽ. നോ വർക്ക്ഷോപ്പ് റിക്വയർഡ്. വർക്ക്ഷോപ്പ് ആവശ്യമില്ല, ഓഫീസ് ആവശ്യമില്ല. നോ ഗ്യാരേജ് റിക്വയർഡ്, ഗ്യാരേജും വേണ്ട. നോ സർവീസ് സ്റ്റേഷൻ റിക്വയർഡ്, അതും ആവശ്യമില്ല. നോ മെഷീനറി റിക്വയർഡ്, മെഷീനറി ആവശ്യമില്ല. നോ 4 വീലർ റിക്വയർഡ്, 4 വീലറും ആവശ്യമില്ല. അവിടെ പറയുന്നുണ്ട് 4 വീലർ ആവശ്യമില്ല, അപ്പോൾ 2 വീലർ മാത്രം മതി. ഡോർ സ്റ്റെപ്പ് സർവീസ് മോഡൽ. മൊബൈൽ ആപ്പ് ബേസ്ഡ് സർവീസ്. ഹൗ യു വിൽ ഗെറ്റ് ബുക്കിംഗ്, ഹൗ യു മാനേജ് ബുക്കിംഗ് ഡൺ. നമ്മുടെ മൊബൈൽ ആപ്പിൽ വഴിയാണ് എല്ലാ സംഭവങ്ങളും വരുന്നത്. ഇവിടെ വരുന്നത് ഫ്രാഞ്ചൈസി വിൽ ബി ഇനീഷ്യലി ഹയർ 2 സർവീസ് സ്റ്റാഫ്. 2 സർവീസ് സ്റ്റാഫിന് നമുക്ക് ആവശ്യമാണ്. കമ്പനി വിൽ പ്രൊവൈഡ് ദം 1 വീക്ക് ട്രെയിനിങ് അറ്റ് പൂനെ ട്രെയിനിങ് സെൻറ്റർ. പൂനെയിൽ ഇവരുടെ ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്. അവർക്ക് 2 പേർക്കും കമ്പനി അവിടുന്ന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. സ്റ്റാഫ് ഹു ഹാസ് 2 വീലർ വിൽ ബി ഹയർഡ് ബൈ ദ ഫ്രാഞ്ചൈസി. അതായത് സ്റ്റാഫിന് 2 വീലർ വേണം, അപ്പോൾ ഫ്രാഞ്ചൈസി തന്നെ അത് സെറ്റപ്പ് ചെയ്യണം. ബുക്കിംഗ് റിസീവ്ഡ് ബൈ ദ ഫ്രാഞ്ചൈസി വിൽ ബി ഫോർവേഡഡ് ടു ദ സെലക്റ്റഡ് സ്റ്റാഫ്. ബുക്കിംഗ് ഫ്രാഞ്ചൈസിക്ക് വരും, അതെന്ത് ചെയ്യും, സ്റ്റാഫിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർവേഡ് ചെയ്യാം. Then the staff will accept the booking and follow the route through GPS map and reach the customer house or office. കസ്റ്റമറിൻ്റെ ഓഫീസോ വീട്ടിലേക്കോ ആരെത്തും, സ്റ്റാഫ് എത്തും. സ്റ്റാഫ് എത്തിയിട്ട് സർവീസ് സ്റ്റാഫ് വിൽ ഡു ദ സർവീസ് ആൻഡ് ടേക്ക് ദ പേയ്മെൻറ്റ് ഓൺലൈൻ, ഗോ ടു ദ നെക്സ്റ്റ് സർവീസ്. അടുത്ത സർവീസിലേക്ക് അവർ പോകും. ഒരു പണി കഴിഞ്ഞ് അവർ പോയി. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ പദ്ധതി. 1 2 3 4 5 6 സ്റ്റെപ്സ് ആണ് ഇതിനകത്ത് കംപ്ലീറ്റ് ഉള്ളത്. മാനേജ് യുവർ പ്രോഫിറ്റ്. There are 2 kind of services where we'll be able to get the profits and add margins to your business. ഒന്ന്, 1 ടൈം ക്ലീനിങ് 75% കമ്മീഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാർ വാഷ് ചെയ്യുന്നില്ലേ, അതിന് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് 25% കമ്മീഷൻ കിട്ടും. വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ടു ബി എ ഫ്രാഞ്ചൈസി വിത്ത് ഗോ വാട്ടർലെസ്? എനി പേഴ്സൺ, മെയിൽ ഓർ ഫീമെയിൽ, ഹു ഹാസ് പാഷനേറ്റ് ഫോർ ഓട്ടോമൊബൈൽ ക്യാൻ ബിക്കം അവർ ഫ്രാഞ്ചൈസി. ഓട്ടോമൊബൈലിനെ ഇഷ്ടപ്പെടുന്ന, അതായത് കാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ഇതുപോലെ കണ്ടില്ല, മെയിൽ ഓർ ഫീമെയിൽ, അവർക്ക് ആർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഫീമെയിൽസിനും വേണമെങ്കിൽ ഇതുപോലെ കാർ വാഷിംഗ് സെൻറ്റർ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഒരു ഓൺലൈൻ. അതുപോലെ തന്നെ 18 വയസ്സ് കഴിഞ്ഞിട്ടിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, വീട്ടമ്മമാർക്ക് ചെയ്യാം, കോളേജ് സ്റ്റുഡൻസിന് ചെയ്യാം, ബിസിനസ് പീപ്പിൾസിന് ചെയ്യാം, വർക്കിംഗ് പ്രൊഫഷണൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു 19 വയസ്സുള്ള ഒരു കോളേജ് സ്റ്റുഡൻറ്റ് പോലും അവരുടെ ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ റവന്യൂ ഉണ്ടാക്കുന്നുണ്ട് അവർ പറയുന്നു. അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു ഫ്രാഞ്ചൈസി മോഡൽ ഗോ വാട്ടർലെസ്സിന് ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, എഞ്ചിനീയേഴ്സ് ഒക്കെ അവരുടെ ഫ്രാഞ്ചൈസി എടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നു. സോ ഡെഡിക്കേഷൻ, ലോങ് ടേം വിഷൻ, ദ കീ ഫാക്ടർ. നിങ്ങൾക്ക് നല്ലൊരു ലോങ് ടേം വിഷൻ ഉണ്ടെങ്കിൽ, നല്ലൊരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലിയൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. മോസ്റ്റ് പ്രോഫിറ്റബിൾ ഫ്രാഞ്ചൈസി ബിസിനസ് അണ്ടർ 5 lakh. കോൺടാക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ROI നമുക്ക് കാര്യങ്ങൾ നോക്കാം. നോ റോയൽറ്റി, നോ ഷെയറിംഗ്. വാട്ട് ഈസ് ദ ROI?
ദ സർവീസ് ഓഫ് 10 കാർസ്. ഒരു 10 കാർ ഒരു ദിവസം നിങ്ങൾ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാറിന് 350 രൂപയാണ് ചാർജ് വരിക. ബേസിക്കലി ഞാൻ എൻ്റെ കാർ വാഷിംഗ് സെൻറ്ററിൽ പോയിട്ട് കാർ വാഷ് ചെയ്യുക 650 രൂപയാണ് എനിക്ക് കോസ്റ്റ് വരുന്നത്. ഇപ്പോൾ പ്രസൻറ്റ് റേറ്റ് 650 റുപ്പീസാണ് കോസ്റ്റ് വരുന്നത്. ഇവിടെ സർവീസ് ചെയ്യുന്നതിന് ഒരു കാർ വാഷ് ചെയ്യാൻ വേണ്ടി 350 രൂപ വരും. 10 കാറിന് 3500 രൂപയാണ് റേറ്റ് വാങ്ങിക്കുക. മാൻ പവർ ആൻഡ് എക്സ്പെൻസ്, 2 എംപ്ലോയിക്ക് ഒരു ദിവസം 500 രൂപ വെച്ചിട്ട് 1000 രൂപ വരെ ശമ്പളം, 15,000 രൂപ സാലറി ബേസിക് കൊടുക്കാൻ പറ്റും. സോ 15,000 രൂപ ഇവർക്ക് ഒരാൾക്ക് ശമ്പളം, രണ്ടാൾക്കും കൂടി 30,000 രൂപ. സോ 500 രൂപ വെച്ച് 2 എംപ്ലോയിക്ക് 1000 രൂപ ഒരു ദിവസം ചിലവായി. ഫ്യൂവൽ എക്സ്പെൻസ്, എംപ്ലോയീസിന് രണ്ടാൾക്കും ഫ്യൂവൽ എക്സ്പെൻസ് വരും. അപ്പോൾ 2 പേരും വരുന്നുണ്ടെങ്കിൽ 2 ബൈക്കിലാണ് വരുന്നതെങ്കിൽ 2 പേർക്ക് 100 രൂപ വെച്ചിട്ട് 200 രൂപ അതിന് പോയി. അതുപോലെ തന്നെ മെറ്റീരിയൽ ഉണ്ട്. 500 രൂപയ്ക്ക് 10 കാർ വാഷ് ചെയ്യാനുള്ള മെറ്റീരിയലാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ 500 രൂപ അതിന് മെറ്റീരിയലും. ടോട്ടൽ 1700 രൂപ എക്സ്പെൻസായി. അപ്പോൾ 3500 രൂപ മൈനസ് 1700 രൂപ, 1800 രൂപയാണ് 10 കാർ ഒരു ദിവസം ക്ലീൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ കൂടുതൽ എംപ്ലോയീസിനെ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ കൂടുതൽ കാറുകൾ വാഷ് ചെയ്യാം. ഇപ്പോൾ ഒരു കാർ വാഷിംഗ് സെൻറ്ററിൽ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും 10 കാറാണ് വാഷ് ചെയ്യുന്നത്. ആ 10 കാർ അവർ ഒരു 4-5 മണിക്കൂർ കൊണ്ട് തന്നെ 10 കാറിന് മേളിൽ അവർ വാഷ് ചെയ്ത് കഴിയും. ഓൾമോസ്റ്റ് ഒരു 20-30 കാറുകളൊക്കെ ഒരു ദിവസം വാഷ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ടാവും? 46,800 റുപ്പീസ് മന്ത്ലി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. 26 ഡേയ്സ് കൊണ്ട് 5.61 lakhs ഇയർലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫസ്റ്റ് ഇയറിൽ 100% ആണ്. 100% നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടും. സോ IID ഓൺട്രപ്രണർ ഇന്ത്യ TV ഗോ ടു വാട്ടർലെസ്, അതിനെക്കുറിച്ചുള്ള കുറേ വീഡിയോ കാര്യങ്ങൾക്ക് നിങ്ങൾ കാണാൻ പറ്റുമൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ട്രസ്റ്റഡ് ബൈ കാർ ഓണേഴ്സ് അക്രോസ് ഭാരത്, 2,25,000, 4.8 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളുണ്ട്. ബി ദ ഫസ്റ്റ് ബിക്കം എ ഫ്രാഞ്ചൈസി, പ്രൊവൈഡ് അവർ സർവീസസ് ഇൻ യുവർ സിറ്റി. നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ സിറ്റി, ഇത്രയും കാര്യങ്ങൾ വെച്ച് അവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഫോം ഉണ്ട്, ഈ ഫോമിലൂടെയും നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫോമിലൂടെ തന്നെ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ. അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി മോഡലാണ് ഞാനിന്ന് പറഞ്ഞു തന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക, മികച്ച രീതിയിൽ വരുമാനം ഉണ്ടാക്കുക. 18 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏതൊരു പ്രൊഫഷനിലും കയ്യിൽ ഒരു 2 വീലർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് മെത്തേഡാണ്. നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുക. സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. It's me, Nishori, signing off. Bye-bye.